ഉടനെ ഈ കോൾ റെക്കോർഡഡ് ആയിരുന്നു. ഒരു വട്ടം ചാറ്റ് ചെയ്ത് നോക്കി നടക്കോ ഇല്ലയോ എന്നുള്ളത്. ചൂണ്ടയായിരുന്നു അത് സ്ക്രീൻഷോട്ടഡ് ആയിരുന്നു. ഇത് ഞാൻ അറിയുന്നില്ല. നമുക്ക് വേണ്ടിയിട്ട് ഈ പുള്ളി ഇങ്ങനെ പറയാണ്, അടുത്ത ആഴ്ച നിങ്ങളുടെ ഈ മനുഷ്യനെ നമ്മൾ ഇങ്ങനെ ആക്കാം, കുറച്ചുകൂടി നല്ല ഇമേജ് തരാം. പക്ഷെ അത് കുറച്ചുകൂടിയൊക്കെ നിങ്ങളും സഹകരിക്കണം. ഈ സംഗതികളെല്ലാം എന്റെ കയ്യിലുണ്ട്. റെക്കോർഡ് മാത്രമല്ല, എന്റെ സ്ക്രീൻഷോട്ടും. അങ്ങനെ നമ്മുടെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലും വിവാദങ്ങളും ഇപ്പൊ ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരാണ് അല്ലെ. ഇതിനൊരു അന്ത്യമില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇനി ഇതൊക്കെ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തീരണം എന്നുള്ളതാണ്. പലരും അറിഞ്ഞു കാണും 2 ദിവസം മുന്നേ നമ്മുടെ കിടിലൻ ഫിറോസിന്റെ ചില വെളിപ്പെടുത്തലുകൾ. ഇതിപ്പോ അഖിൽമാരാർന്ന് തുടങ്ങി സിബിലിലൂടെ പോയി ഇപ്പൊ ഫിറോസിലേക്ക് വന്ന് ചെന്ന് അവസാനിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇനി ഇങ്ങനെ തുടർന്ന് പോകും. മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ പുള്ളിക്കാരൻ കൊടുത്ത ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ ഫിറോസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി ഇപ്പൊ ബിഗ് ബോസിൽ പല ലക്ഷ്യങ്ങളും വെച്ച് വരുന്ന ആൾക്കാരുണ്ട് അല്ലെ. സിനിമയിൽ കയറണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ പുള്ളിക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഇത് നമ്മൾ കരുതുന്ന പോലെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി വരികയും നമ്മൾ അതുവഴി കയറി അങ്ങ് പോവുകയും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതൊരു മിഥ്യാധാരണയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു നെഗറ്റീവ് കണ്ടന്റ് ഉള്ള ഒരു ഷോ ആണ്. അതിനകത്ത് പങ്കെടുക്കുന്ന സകലമാന പേരുടെയും ഇമേജ് നെഗറ്റീവും. നമ്മൾ കരുതുന്ന പോലെ അത് ഈ നന്മമരത്തെ കണ്ടെത്താനുള്ള അല്ല. ഇവരൊക്കെ സ്വാഭാവികമായിട്ട് പറയുന്നത് പോലെ അതെ, ഇത് നന്മമരത്തെ കണ്ടെത്താനുള്ള പ്ലാറ്റ്ഫോം ഒന്നല്ലത്. കൃത്യമായി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഇമേജ് നെഗറ്റീവ് ആക്കി മാറ്റും എന്നുള്ളതാണ്. എല്ലാവരും പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് 90% ആൾക്കാരുടെയും എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. ഫുക്രു, ആര്യബടായി ഇവരൊക്കെ നല്ല ഇമേജിൽ നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസിലേക്ക് കയറി പോകുന്നത്. അങ്ങനെ ഇമേജ് ഇടിഞ്ഞു പോയി എന്നുള്ളതാണ്. പിന്നെ ഈ സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ജാഫർ, സായി കൃഷ്ണ അല്ലേ, ഇവരൊക്കെ സകലമായ ഇമേജുകൾ നെഗറ്റീവായി മാറി എന്നുള്ളതാണ്. എങ്ങനെ ഫാൻ ബേസ് ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിലുള്ള ഫാൻ ബേസ് ഉള്ള ആൾക്കാരായിരുന്നു. ഇപ്പൊ എന്താ അവസ്ഥ? അവരുടെ ഫാൻ ബേസ് അങ്ങനെ ഹെയ്റ്റ് ആയി മാറി എന്നുള്ളതാണ്. അതാണ് ഈ ഷോന്റെ കഴിവെന്ന് പറയുന്നത്. പിന്നെ ഫിറോസ് പറഞ്ഞൊരു കാര്യം, ഈ ഷോയോട് കൂടി നമ്മുടെ ലൈഫിൽ നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു വരുമെന്ന് വിചാരിച്ച് ആരും ഇതിലേക്ക് വരാൻ നിൽക്കണ്ട. ഈ സീസണിൽ അഭിഷേകമൊക്കെ മത്സരിക്കുന്നത് അതും പറഞ്ഞുകൊണ്ടാണ് അല്ലേ, എനിക്ക് സിനിമയിൽ അവസരം കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു കാര്യമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ 3rd സീസണിൽ വിജയമായിട്ടുള്ള മണിക്കുട്ടൻ കപ്പടിച്ച് പുറത്തേക്ക് ഇറങ്ങി പോയ മനുഷ്യനാണ്. ഇപ്പൊ സിനിമ ഉണ്ടോ? അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ റോൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. ഇപ്പൊ കപ്പടിച്ചതോടുകൂടി ആ അവസരം കൂടി ഇല്ലാണ്ടായെന്നുള്ളതാണ്. ഇപ്പൊ ഒരു സിനിമയിലും കാണാൻ പറ്റുന്നില്ല. ഒന്നും വേണ്ട, കഴിഞ്ഞ സീസണിൽ കപ്പടിച്ച അഖിൽമാരാർ 1 വർഷത്തോളമായി ഇന്ന ഒരു പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്ട് നമ്മൾ കേട്ടിട്ടില്ല. പുള്ളിക്കാരൻ അന്ന് പോയ ആളാണ്, ഇപ്പോഴാണ് പിന്നെ നമ്മൾ കേൾക്കണത് തന്നെ. അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നും വേണ്ട, ഇപ്പൊ 3rd സീസണിൽ മത്സരിച്ച് സായി എന്നുള്ള ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ റണ്ണറപ്പ് ആയിരുന്നു എന്നുള്ളതാണ്. പുള്ളിക്കാരൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള മോഹം കൊണ്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത്. എവിടെ ഒരു സിനിമയെങ്കിലും പുള്ളിക്കാരനെ നമ്മൾ കണ്ടോ? ഇല്ല. പിന്നെയും കുറച്ചെങ്കിലും സെറ്റ് ആയത് കഴിഞ്ഞ സീസണിൽ പങ്കെടുത്ത ജുനൈസും സാഗറുമാണ്. ഉജു ജോർജിന് വരാൻ പോകുന്ന സിനിമയിൽ ഇവർക്ക് ഒരു റോളുണ്ട്. പക്ഷെ ആ സിനിമയിൽ മാത്രം ഒതുങ്ങി പോകുമ്പോൾ ഇവരുടെ റോളുകൾ എന്നുള്ളത് അടുത്ത ദിവസങ്ങൾ കണ്ടറിയാം. അപ്പൊ മാത്രമേ നമുക്ക് ഇവർക്ക് ഈ പ്ലാറ്റ്ഫോം ഉപകാരപ്പെട്ടു എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അത് വെച്ച് നിർത്തി കഴിഞ്ഞാണെങ്കിൽ ബാക്കിയുള്ളവർ എല്ലാവരും അവസ്ഥ കട്ടപ്പോകാണ്. അപ്പൊ ഒരിക്കലും ആരും ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് രക്ഷപ്പെട്ട ചരിത്രമില്ല. ആകെ രക്ഷപ്പെട്ടതാരാണ്? പേളിമാണി മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഫാമിലി വ്ളോഗിന്റെ ഒരു ട്രെൻഡ് വന്ന സമയത്ത് അവർ ഫാമിലി വ്ളോഗ് ചാനൽ അങ്ങ് തുടങ്ങി. അതിന് കൂട്ടത്തിൽ ബിഗ് ബോസിന്റെ ഫെയിമും കൂടി കൂട്ടി വെച്ചപ്പോൾ അവരെങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അത് മാത്രം നമുക്ക് എടുത്തു പറയാനുള്ളൂ. ബാക്കിയുള്ള ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാണെങ്കിൽ ഇതൊരു സീസണൽ ഫെയിം മാത്രമാണ്. അതായത് ബിഗ് ബോസിന്റെ സമയത്ത് നമ്മൾ ഭയങ്കര രാജാവായിരിക്കും. നമ്മുടെ ഫെയിം എന്ന് പറയുന്നത് മമ്മൂട്ടിനേക്കാളും മോഹൻലാലിനേക്കാളും പൃഥ്വിരാജിനേക്കാളും ഒക്കെ മുകളിലായിരിക്കും. നമ്മൾ എവിടെ പോയാലും ആൾക്കാർ കൂടും, നമ്മൾ ഭയങ്കര സംഭവമൊക്കെ ആയിരിക്കും നന്നായി ഗെയിം കളിച്ചാണെങ്കിലും. പിന്നെ സംഭവിക്കണം എന്താണ്? ബിഗ് ബോസ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും നമ്മൾ തിരിഞ്ഞു നോക്കൂല. പിന്നെ നമ്മൾ എവിടെ പോയാലും പോട പുല്ല് എന്നുള്ള ലെവലായിരിക്കും. അതിനൊത്തും ഉദാഹരണമല്ലേ റോബിന് ഭയങ്കര ഫെയിം ആയിരുന്നു അല്ലെ. എന്തായിരുന്നു ജനസാഗരമായിരുന്നു റോബിനെ വരവേൽക്കാനുണ്ടായിരുന്നത്. അതിനുശേഷം റോബിൻ എന്ത് ചെയ്തു? ആ ഫെയിം നിലനിർത്താൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. അതിനുശേഷം എന്തായി? ആൾക്കാർക്ക് അതിനത് വെറുപ്പായി തുടങ്ങിയെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഫെയിം കൊണ്ട് ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഭാഗ്യം കൊണ്ട് എന്തെങ്കിലും കിട്ടിയെന്ന് മാത്രം. അതുകൊണ്ട് ഈ സിനിമാ മോഹവും മറ്റുമായി ബിഗ് ബോസിലേക്ക് വരാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് വെറുതെ ആണ്. അതിന് പകരം നിങ്ങളെ വല്ല റിയാലിറ്റി ഷോയിലേക്ക് പോയിക്കോളി. വല്ല ഒരു ചിരി 2 ബമ്പർ ചിരിയിലോ അതല്ലെങ്കിൽ മറ്റു വല്ല റിയാലിറ്റി ഷോയിലേക്ക് പോയിക്കോളി. അവിടെ വെച്ച് നിങ്ങളെ കഴിവുകൾ തെളിയിക്കാൻ നോക്കി. അതല്ലാണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് അതിൽ ഫെയിമായി എന്തെങ്കിലുമൊക്കെ ആവാന്ന് വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു കാര്യമില്ല. ഉള്ള വില കൂടും പോകത്തേ ഉള്ളൂ. കറക്റ്റാണ് ഫിറോസ് പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ബിഗ് ബോസ് കാണുന്ന ഓരോരുത്തർക്കും അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലെ, ഇതിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രത്തോളം ആണെന്നുള്ളത്. അതിനെക്കുറിച്ച് ഫിറോസ് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം. നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ ഇടണം. ഇത് രണ്ടും ഒരാൾ ഓഫർ ചെയ്യാണ്. ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ഷോയിൽ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ, മലയാളം ഇൻഡസ്ട്രിയിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഷോയിൽ, ലെജൻഡറി ആക്ടർ ആയിട്ടുള്ള ഒരു ആങ്കർ ഉള്ള ഒരു ഷോയിൽ എന്നെ വിളിക്കുകയാണ്. അപ്പൊ കാശ് കിട്ടും. കാശ് ഈ പറയുന്നത് കിട്ടും. അത് ഈ പറയുന്ന ഇടനിലക്കാർ അതിനകത്ത് നിന്ന് ചെന്നായ്ക്കൾ ചോര കുടിക്കാൻ വരുമ്പോൾ ഈ എങ്ങനെ നിൽക്കുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. ഈ പറഞ്ഞുറപ്പിക്കുന്ന കാശിന് ഈ കയറിയാൽ എനിക്ക് ഒരു ദിവസം കിട്ടുന്ന തുക എന്ന് പറയുന്നത് ചെറിയ തുകയല്ല. അതിൻ്റെ ഡിമാൻഡിങ് അനുസരിച്ച് എന്നെ മാർക്കറ്റ് എങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. റോഷൻ്റെ മാർക്കറ്റ് ലെറ്റ്സ് സേ പിന്നെ ഒരു TV ആങ്കറാണ്, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ആങ്കറാണ്. ഒരു ദിവസം ഒരു 10,000 രൂപയൊക്കെ വോത്തായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ണും പൂട്ടി 40,000 രൂപ ചോദിക്കാം. അവരൊരു 35,000 രൂപയിലോ 30,000 രൂപയിലോ ഒരു ദിവസം അത് കോട്ടയം 10 ദിവസമായപ്പോൾ എത്രയായി?
30,000 രൂപ ഒരു ദിവസം ഈ പോണ്ടെന്ന് അറിയോ? 30,000 ഒരു ദിവസം വെച്ച് നോക്കുമ്പോൾ ഒരു മാസത്തിലായി 9 ലക്ഷം രൂപ. എത്രയാണ്? 9 ലക്ഷം. ഇങ്ങനെ 3 മാസം നിൽക്കാൻ പറ്റിയ എത്രയായി? 27 ലക്ഷം റുപ്യ. കിട്ടിയാൽ പൊളിക്കോ? നല്ലോണം ക്യാഷ് വാരാ. ഇപ്പൊ ഈ സീസണിൽ മത്സരിച്ച 2 ആൾക്കാർ എന്റെ സുഹൃത്തുക്കളാണ്, ഞാൻ പേര് പറയുന്നില്ല. ഈ 2 പേർക്കും കിട്ടുന്ന സാലറിയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് കിട്ടുന്ന സാലറി എത്രയാണെന്ന് അറിയോ? ഡെയിലി 20,000 രൂപ, അതായത് മാസം 6 ലക്ഷം രൂപ. മറ്റാൾക്ക് കിട്ടുന്ന എത്ര എന്നറിയോ? വെറും 7,000 രൂപ, അതായത് മാസം 2 ലക്ഷം രൂപ ഏകദേശം, ഓൾമോസ്റ്റ്. അതാണ്, ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഒരാൾക്ക് കിട്ടിയതിന് 3 ഇരട്ടിയാണ് മറ്റാൾക്ക് കിട്ടുന്നത്, അല്ലേ? അതിന് കാരണമുണ്ട്. ഒരാൾ നല്ല ഫെയിം ഉള്ള ആളാണ്, മറ്റാൾക്ക് കുറച്ച് ഫെയിം ഉണ്ടായിരുന്നുള്ളൂ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ്, പക്ഷെ ഇപ്പൊ നല്ല ഫെയിം ഉണ്ട് കേട്ടോ. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് ഇതിൽ നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഡെയിലി ഈ ഒരു എമൗണ്ട് കിട്ടുകയും കപ്പടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? 1 കോടി രൂപ നമ്മുടെ അക്കൗണ്ടിൽ കയറി, അല്ലേ? 1 കോടിയൊക്കെ കയറി കഴിഞ്ഞാണെങ്കിൽ ഒരു 5-10 കൊല്ലത്തേക്ക് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമെങ്കിൽ കൂടി നമ്മുടെ ഇമേജ് കംപ്ലീറ്റ്ലി താഴോട്ട് പോകുന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ മുണ്ടിട്ട് വരെ പുറത്തേക്ക് ഇറങ്ങുന്ന സിറ്റുവേഷനിലേക്ക് മാറി പോകുന്നുള്ളതാണ്. ഈ സീസണിലെ സീക്രട്ട് ഏജന്റും ജാസ്മിനും ഒക്കെ എങ്ങനെയായെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ നമ്മൾ ഇമേജ് പണിപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ, എനിക്ക് എന്തൊക്കെ കാര്യം വേണ്ടില്ല, പണം കിട്ടിയാൽ മതിയെന്ന് നമുക്ക് ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും മുട്ടിയിലേക്ക് പോയിക്കോടി എന്നുള്ളതാണ്. അതെല്ലാം ഇമേജ് നിലനിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഷോയിലേക്ക് പോരുത്. അതിനെക്കുറിച്ച് ആങ്കർ ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള ഫിറോസിന്റെ മറുപടിയും കൂടി നമുക്കൊന്ന് കണ്ടോക്കാം. ഈ പുറത്തിരുന്ന് കളി കാണുന്നവർ പറയുന്ന പോലെ അല്ല. അവനവന്റെ നിലയും വിലയും എങ്ങനെ വേണമെങ്കിലും ബാധിക്കട്ടെ, പൈസയാണ് വേണമെന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. അവനവന്റെ നിലയും വിലയും എന്നത് ആരുടെ പോയിന്റാണ്? ഈ അവനവന്റെ നിലയും വിലയും നമ്മൾ ചിന്തിക്കുന്നതാണോ അതോ മറ്റുള്ള ഏത് പോയിന്റ്? നമ്മുടെ ഇപ്പൊ സൊസൈറ്റി എന്നുള്ള രീതിയിലേക്ക് അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പോകുന്ന ഒരു കണ്ടസ്റ്റന്റും അവനവന്റെ നിലയും വിലയും മറന്നൊന്നും ചെയ്യുന്നില്ല. മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതല്ലേ? ഇവന്റെ വില ഇങ്ങനെയാണ്, ഇന്നയാൾ ഇങ്ങനെയാണ്, ഇന്നയാൾ ഇതുപോലെയാണ് എന്നുള്ള മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതാണ്. മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ലേ? ഇപ്പൊ ഈ സംസാരിക്കുന്ന എനിക്ക് അടുത്ത സീസണിലേക്ക് ഒരു കോൾ വരികയാണ്. എനിക്ക് നല്ല ഇമേജ് ഉണ്ട്, വീട്ടിലെ നല്ല മോനാണ്, അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട്. എനിക്ക് അവർ മാസം ഒരു ദിവസം ഒരു 30,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ 40,000 രൂപ തരുന്നു. അത് 3 മാത്രം വ്യൂവേഴ്സ് ആയിരുന്നു. മലയാളത്തിലെ ടോപ്പ് റേറ്റിംഗ് ഷോ ആയിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ഷൂട്ട് ചെയ്യപ്പെടുന്ന ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എനിക്ക് അത്യാവശ്യം വഴക്ക് കിട്ടുന്നു, അംഗീകാരം കിട്ടുന്നു. ഈ വേണ്ടെന്ന് പറയും, ഞാൻ പറയും, ഞാൻ കണ്ണും മുട്ടി വേണ്ടെന്ന് അറിയും. ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് പലരും ഓഡീഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അതിനുള്ള അവസരം ഒരുക്കി തരാമെന്ന് വരെ പറഞ്ഞതാണ്, ഈ സീസണിലും കഴിഞ്ഞ സീസണിലും. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഓപ്പർച്യൂണിറ്റി വേണ്ടാന്ന് വെച്ചതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാണെങ്കിൽ ഞാൻ അത്യാവശ്യം ഇമേജ് കോൺഷ്യസ് ആണ്, ഉള്ളത് പറയാലോ. എന്റെ നിലയും വിലയ്ക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനിപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, നിലപാടുകൾ കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും എന്നെ ജനങ്ങൾ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ, ഈ പ്രൊഫഷനുമായി എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമേജ് റോയിൻ ചെയ്യാൻ പാടില്ല. എനിക്ക് നല്ല ഇമേജോടുകൂടെ നിന്നേ പറ്റൂ. എന്തെങ്കിലും തരത്തിൽ എൻ്റെ ഇമേജ് താഴോട്ട് പോയി കഴിഞ്ഞാണെങ്കിൽ എൻ്റെ ഈ പ്രൊഫഷൻ തന്നെ എൻ്റെ ആവുന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ ഒരു പ്രൊഫഷനെ കുരുതി കൊടുത്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടാന്ന് തന്നെ ഞാൻ വെക്കത്തുള്ളൂ. അതെനിക്ക് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കാരണം കുറേ പൈസ ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ കഷ്ടപ്പെട്ട് 3 വർഷം കൊണ്ട് ഉറക്കം ഒഴിച്ച് ഒരുപാട് അധ്വാനിച്ച് കുറേ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് ആണിത്, ഉണ്ടാക്കിയെടുത്തൊരു നിലയും വിലയാണിത്, ഉണ്ടാക്കിയെടുത്തൊരു ഫെയിമാണിത്. അത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. എന്നെ പോലെ അതല്ലെങ്കിൽ എന്നെക്കാളും ഫെയിമായ അത്രയും നല്ല ഇമേജ് ഉള്ള ഒരു വ്യക്തി ഇപ്പൊ ബിഗ് ബോസ് പോയി പുറത്തായപ്പോൾ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ്. പുള്ളിക്കാരൻ നിലപാടിന് പോലും ആളുകളെ വില കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ എന്റെ സോഷ്യൽ മീഡിയ ഇമേജ് നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇമ്പോർട്ടന്റ് കാര്യത്തിലേക്ക് വരാം. തനിക്ക് ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിൽ നിന്നുണ്ടായ അഖിൽമാരാർ പറഞ്ഞ പോലുള്ള ഒരു സംഭവം ഫിറോസിന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. എന്റെ അനുഭവത്തിൽ അത്തരത്തിൽ ഒരാൾ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. അയാൾക്ക് കൊടുക്കേണ്ടത് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് അവിടെ തീർന്നു. ആ ഇടപെടൽ എന്ത് തരത്തിലായിരുന്നു? നമ്മൾ അവിടെ നിൽക്കുകയാണല്ലോ, നമ്മുടെ ഫോൺ കാര്യങ്ങൾ സാധനങ്ങളെല്ലാം ഇവരുടെ കയ്യിലായിരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ സ്വാഭാവികമായിട്ട് ടെൻഷൻ ആവും. ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതിൽ ആരുടെ നമ്പറെങ്കിലും തപ്പിയെടുക്കുക, എന്നിട്ട് അവരെ വിളിക്കുക എന്നുള്ളതായിരിക്കും. മെയിൻ സംഘാടകരുടെ നമ്പർ കിട്ടത്തില്ല, കിട്ടുന്ന സംഘാടകരെ ആയിരിക്കും ഇവർ വിളിക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് വീട്ടിൽ നിന്ന് അത്തരത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ഇതായപ്പോൾ ഇവർക്ക് എന്നെ ഇങ്ങനെ വിട്ടാൽ മതിയതായി. അവർക്ക് മനസ്സിലായല്ലോ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഒരു സ്ക്രിപ്റ്റഡ് ബേസിൽ പോവാണ്. പിന്നെ കാരണം 10-20-25 വർഷം കൂടെ ജീവിക്കുന്ന ഒരാൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് പോലെ അല്ലല്ലോ 90 ദിവസത്തെ ഒരു ഷോയ്ക്കകത്തൂടെ കാണിക്കപ്പെടുന്നത്. അപ്പൊ അത് പതിയെ ഡൈവേർട്ടായി. ഈ കോണ്ടാക്ട് ചെയ്യപ്പെട്ട ആൾ, അയാളുടെ ഒരു കുടുംബമുണ്ട്, അയാൾ എന്നോട് വന്ന് ഈ വിഷയത്തിൽ ക്ഷമ പറയുകയും അയാളുടെ കുടുംബം നശിച്ചു പോകുന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയുന്നത്. പക്ഷേ മിക്കവർക്കും അറിയാം, അതിന്റെ സംഘാടകർക്ക് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിയമപ്രകാരം നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാളാണ് ഇവിടുത്തെ സർവസ്വം എന്ന് ഇയാൾ വരുത്തി തീർക്കുകയും പതിയെ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. വളരെ മോശമായിട്ടാണ്. അതായത് അവിടുത്തെ മുറിയൊക്കെ ഓഫർ റേറ്റൊക്കെയാണ് പുള്ളി ഫാമിലിയോട്. അപ്പൊ തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരു സാധ്യത വന്നേക്കാം എന്ന് നമ്മൾ പോകുന്നതിന് മുമ്പേ മുൻകൂട്ടി നമ്മൾ കണ്ടല്ലോ. ഇവിടെ ഈ കോൾ റെക്കോർഡ് ആയിരുന്നു. ഒരു വട്ടം ചാറ്റ് ചെയ്ത് നോക്കി, നടക്കോ ഇല്ലയോ എന്നുള്ളത് ചൂണ്ടായിരുന്നു. അത് സ്ക്രീൻഷോട്ടഡ് ആയിരുന്നു. ഇത് ഞാൻ അറിയുന്നില്ല. നമുക്ക് വേണ്ടിയിട്ട് ഈ പുള്ളി ഇങ്ങനെ പറയാണ്, അടുത്ത ആഴ്ച നിങ്ങളുടെ ഈ മനുഷ്യനെ നമ്മൾ ഇങ്ങനെ ആക്കാം, കുറച്ചുകൂടി നല്ല ഇമേജ് തരാം. പക്ഷെ അത് കുറച്ചുകൂടിയൊക്കെ നിങ്ങളും സഹകരിക്കണം. ഈ സംഗതികളെല്ലാം എന്റെ കയ്യിലുണ്ട്.
റെക്കോർഡ് ഉണ്ട്. ആ റെക്കോർഡ് മാത്രമല്ല അതിന്റെ സ്ക്രീൻഷോട്ടും ഉണ്ട്. നമ്മൾ നിയമപരമായി പോകുമ്പോൾ നമ്മുടെ കയ്യിൽ സ്വാഭാവികമായിട്ടുള്ള തെളിവ് വേണമല്ലോ. ഒരു കോംപ്രമൈസിന് ഇയാളെ ഞാൻ അന്ന് ഇറങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഞാനിത് അറിയുന്ന ഉടനെ തന്നെ പുള്ളി എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് ആ സമയത്ത് എങ്ങനെയാണോ തീർക്കേണ്ടത് അത് ആ രീതിയിൽ തീർക്കുകയും ചെയ്തു. സംഭവം മനസ്സിലായല്ലോ. 2 മിനിറ്റ് ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, ഫിറോസ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി ഒരു 90 ദിവസമൊക്കെ ആയ സമയത്ത് ഫിറോസിന്റെ ഇമേജ് ഭയങ്കര നെഗറ്റീവായി, ഭയങ്കര തെറിവിളികളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പൊ അന്നേരം എന്താക്കി, വീട്ടുകാർക്ക് ഭയങ്കര ആവലാതിയായി. അവർക്ക് അറിയാവുന്ന ഒരു ക്രൂ മെമ്പറിനെ വിളിച്ചു ബിഗ് ബോസിൽ. അപ്പൊ അയാളെ ഫിറോസിനെ വീട്ടിലെ പെണ്ണുങ്ങളോട് പറഞ്ഞത് കൂടെ കിടന്ന് തരാൻ തയ്യാറാണെങ്കിൽ പുള്ളിക്കാരൻ ഇമേജ് പോസിറ്റീവ് ആക്കി തരാം, പുള്ളിക്കാരൻ നല്ല കാര്യങ്ങൾ മാത്രം പുറത്തു വിടാന്നുള്ളത്. അതിനവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഫിറോസ് പറഞ്ഞത്. അല്ലെ, കൃത്യമായി കൊടുക്കാണ്ടത് കൊടുത്തു എന്നുള്ളതാണ്. അയാൾ പേശാൻഡിൽ വർക്ക് ചെയ്യുന്നില്ല, അയാൾ പുറത്തായി എന്നുള്ളതാണ്. മാത്രമല്ല കോടതിയിൽ പോയി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കണതല്ല, ഇപ്പൊ അഖിൽമാരാർ പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത് അതിലേക്ക് കയറി പോകുന്ന സ്ത്രീകളായിട്ടുള്ള മത്സരാർത്ഥികളെ മാത്രം ശ്രദ്ധിച്ചാൽ പോരെ, അവരെ മാത്രം സൂക്ഷിച്ചാൽ പോരെ എന്നുള്ളതാണ്. ഇതിപ്പോ ഫിറോസിന്റെ വെളിപ്പെടുത്തലും കൂടി വന്ന സ്ഥിതിക്ക് അതിൽ കയറി പോകുന്ന പുരുഷന്മാരായിട്ടുള്ള മത്സരാർത്ഥികളും കൂടി നോക്കേണ്ട ഒരു അവസ്ഥ ആണല്ലോ. കാരണം അവരെ വീട്ടിലെ സ്ത്രീകളെയും കൂടി ഇത് ബാധിക്കും എന്നുള്ളതാണ് വല്ലാത്തൊരവസ്ഥയില്. പിന്നെ ഇത് എല്ലാ മേഖലയിലും ഉള്ളതാണ്. സിനിമയിലാണെങ്കിലും സീരിയലാണെങ്കിലും റിയാലിറ്റി ഷോയിലൊക്കെ ഇത് നടക്കുന്നതാണ്, ഈ കാസ്റ്റിംഗ് കൗച്ചിങ് എന്ന് പറയുന്ന സംഭവം. പണ്ടൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലം ലോകം കുറെയൊക്കെ പുരോഗമിച്ച് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ഓഫറുകൾ നമുക്ക് വരുന്ന സമയത്ത് നമുക്കത് വേണമോ വേണ്ടോ എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ചോയ്സ് അവിടെയുണ്ട് അല്ലെ. ഇപ്പൊ ഇങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് വരാണ്, നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസിൽ പങ്കെടുക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്താക്കണം, കിടന്നു കൊടുക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ എന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് ചോയ്സിനെ തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ ചോയ്സ് ചൂസ് ചെയ്യാം, എന്തൊക്കെയാണെങ്കിലും എനിക്ക് ബിഗ് ബോസ് കയറിയാൽ മതി, അത് ഞാൻ കിടന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാം. ഇനി അതല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഗതികെട്ട് ബിഗ് ബോസിൽ നാണോ മാനും വിറ്റ് കയറേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പിന്തിരിയാം. നിങ്ങൾക്ക് അവിടെ ചോയ്സ് ഉണ്ട്. അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടായിരിക്കെ തന്നെ അതൊരു വലിയ പ്രശ്നമാക്കി കാണേണ്ട ആവശ്യമില്ല. കാരണം കിടന്നു കൊടുക്കുന്നവരെല്ലാം അവരുടെ തീരുമാനപ്രകാരമാണ് കിടന്നു കൊടുക്കുന്നത്. അപ്പൊ അത് ആരുടെ പ്രശ്നമാണ്? കിടന്നു കൊടുക്കുന്നവരുടെ കൂടി പ്രശ്നമാണ് അല്ലെ. അത്ര ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.